ശ്രീ ജോർജ് ജോസഫ്, ഈ സുകുമാരക്കുറുപ്പിന്റെ ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് താങ്കൾ. ഇന്നിപ്പോൾ വീണ്ടും ആ കേസ് ഫയലിനൊക്കെ ജീവൻ വെക്കുകയാണ്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇനിയും റീ ഓപ്പൺ ചെയ്യാനുണ്ട് ആ കേസെന്ന്? റീ ഓപ്പൺ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ആ കേസ് ഡയറിയിൽ ഈ സംഭവം നടക്കുമ്പം ഞാൻ ഇൻസ്പെക്ടറായിരുന്നു. ആ കാലഘട്ടത്തിൽ ചെങ്ങന്നൂർ DYSP ആയിരുന്ന ഹരിദാസ് സാറ്, എൻ്റെ SP MP ബാലകൃഷ്ണൻ, ഞാനന്ന് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറാണ്. തുടക്കം മുതൽ ഞാൻ ആ കേസിൻ്റെ അന്വേഷണത്തിലുണ്ട്. അതിനുശേഷം 1987 ആ കേസിൻ്റെ കുറ്റച്ചാർജ് കൊടുക്കുകയും ചെയ്തു. അതിനകത്ത് ഷാഹു എന്ന് പറഞ്ഞ ആൾ മാപ്പ് സാക്ഷിയായി പോവുകയും ചെയ്തു. ഈ കേസിനെ സംബന്ധിക്കുന്ന ഒരു വിവരം ഞങ്ങൾക്ക് പല തെറ്റായ ധാരാളം പേര് ഇന്നയാൾ വൈരാഗ്യമുള്ളവർ ആരായാലും ശരി കുറുപ്പാണെന്ന് പറഞ്ഞിടും. ധാരാളം പറ്റിപ്പോയി പോലീസിന്, ലോക്കൽ പോലീസിന്, ക്രൈംബ്രാഞ്ചിനൊക്കെ. അതേ സമയത്ത് ഞാൻ ഇൻസ്പെക്ടറായിരുന്ന കാലഘട്ടം കഴിഞ്ഞ് ഞാൻ അവിടെ വിട്ടു. അന്വേഷണം എങ്ങും എത്തിയില്ല. പിന്നീട് ഞാൻ DYSP ആയി കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ തന്നെ ഞാൻ പോയി. അവിടെ വെച്ച് വീണ്ടും സുകുമാരക്കുറുപ്പിൻ്റെ കേസ് അന്വേഷിക്കുമ്പോഴാണ് സുകുമാരക്കുറിപ്പിൻ്റെ ചില ഫൈൻഡിങ്ങുകൾ, ചില വസ്തുതകൾ ഞങ്ങൾ കണ്ടത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആൾക്കാർ ഏത് തരത്തിലുള്ള DGP മുതൽ താഴെ റാങ്കിലുള്ളവരൊക്കെ എന്ത് കഥ പറഞ്ഞാലും ശരി, അതൊന്നും എന്നെ കൊണ്ട് വിശ്വസിക്കാനും കഴിയത്തില്ല. ആൾ മരിച്ചു പോയി എന്ന് ഞാൻ കൃത്യമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട് എൻ്റെ കേസ് ഡയറിയിൽ. രക്തമേ ഇപ്പം പലരും കാണുന്നത് അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് പറഞ്ഞുതരാം. അത് ജോഷി എന്ന പേരിൽ ഇവർ ഈ സന്യാസിയായിട്ട് ഇയാളൊന്നും നടക്കുമല്ലോ. ഇയാൾ കാഷായ വസ്ത്രധാരം ധരിച്ചു. ഇയാൾ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതെന്ന് ഫ്രോഡ് കാണിച്ചിട്ടാണ്. അങ്ങനെ അവിടുന്ന് മുങ്ങി സ്ഥലം വിട്ട ആളാണ്. അതിനുശേഷം ഇയാൾ ബോംബെയിൽ വന്ന് ഇയാളൊരു ബോംബെയിൽ ഒരു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നല്ല സാമ്പത്തികമുള്ളവരാണ് ഇവരെ ഈ കുറുപ്പ് ഫാമിലികളെല്ലാം. ബോംബെയിലെ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് സമയത്ത് അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ വരുന്നത്. അവിടെ വെച്ച് പരിചയപ്പെട്ടു. അതിന് ശേഷം അന്നേരം ഇയാൾ പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നു. ഇയാൾ വിചാരിച്ചു ഗൾഫിൽ പോകാൻ മാർക്ക്, അന്നത്തെ കാലത്തൊക്കെ വലിയ പാടാണ്. അങ്ങനെയാണ് ആ സ്ത്രീയെ ഇയാൾ കല്യാണം കഴിച്ചു. ബോംബെ വെച്ച് ഇയാളൊരു പാസ്പോർട്ട് എടുത്തു. 1946 എന്നാണ് പാസ്പോർട്ടിൽ കിടക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഇപ്പം 80 വയസ്സ് വരും. അന്ന് പാസ്പോർട്ട് എടുത്ത് ഇയാൾ പട്ടാളത്തിൽ നിന്ന് വന്നിട്ട് 4 വയസ്സ് കൂട്ടി വെച്ച് ചെറുപ്പക്കാരനാകാൻ വേണ്ടി. അപ്പോൾ 4 വയസ്സ് 1942 ആയിരിക്കും എന്നാണ് എൻ്റെ കണക്കൂട്ട്. അപ്പോൾ 84 വയസ്സ് വരും. ഇയാൾ സിവിയർ ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് മരണപ്പെട്ടത്. അതിൻ്റെ കാരണം ഇയാൾ പല ഇപ്പം നമ്മൾ കാണുന്ന രത്നമ്മ അവിടെ ബീഹാറിൽ ഇയാൾ അവസാനമായിട്ട് കാണുന്നത് അവിടെ റൂപ് നാരായൺപൂർ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ICUവിനകത്ത് കിടന്നതാണ്. ഈ കുട്ടി ICUവിനകത്ത് പോയാണ് കണ്ടത്. അന്ന് ഈ കുട്ടി +2 കഴിഞ്ഞ നേഴ്സിങ്ങിന് എന്തോ പഠിക്കുന്ന സമയത്താണ്. ഇപ്പോൾ അവർ നല്ല പ്രായമായി. അവിടെ വെച്ച് കാണുമ്പം അവർ സംസാരിച്ച്, അവർ നാട്ടുകാരനാണ്. ഇയാളുടെ കഴുത്തിൻ്റെ പിന്നിൽ മാറുകൊണ്ട് അത് ശേഷം ഞാൻ ക്രൈംബ്രാഞ്ചിൽ വരുമ്പം ഒരു മുറി നിറയെ മലയാളികൾ എഴുതിയ അന്ന് ടെലഗ്രാമും അന്ന് എഴുതിയ ലെറ്ററും കവറും അങ്ങനെ മല പോലെ കിടക്കുകയാണ്. ഒത്തിരി കേരള പോലീസ് അന്വേഷിച്ച് എല്ലാവരും പറ്റിക്കുകയാണ്. കാരണം ഓരോരുത്തരും ഊഹം വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ അത് ഇയാൾ കുറുപ്പെന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ പാഞ്ഞെത്തും. എല്ലാവരും മടുത്ത്. അത് ഞാൻ വന്ന് DYSP വന്ന ശേഷം ആ മുറിയിലെ മുഴുവൻ സാധനങ്ങൾ സോർട്ട് ചെയ്തിട്ട് 2-3 എണ്ണം എടുത്ത് മാറ്റി വെച്ചു. ഇപ്പം ഈ രത്നമ്മയെ കാണാനായിട്ട് പോയി. അവിടെ രക്തമ്മയെ കണ്ടു. അവരാണ് അത് അവസാനമായി ഇയാൾ ജോഷി എന്ന പേരിലാണ്. അപ്പോൾ ആ ജോഷി എന്ന പേരിൽ ഇയാളെ അവസാന നിമിഷത്തിലാണ് ആ ICUവിന് വെളിയിൽ വന്ന ശേഷം ഇയാൾ അവിടുന്ന് ചാടിപ്പോയി. പിന്നെ അതോടെ മരിച്ചു എന്നാണ്. കാരണം 24 മണിക്കൂർ കൂടുതൽ സർവേ ചെയ്യില്ലെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞാണ്. അതിന് മുമ്പ് മുതൽ മധ്യപ്രദേശ്, ബീഹാർ, ഒറീസ, ബംഗാൾ ഈ 4 സ്ഥലങ്ങളിൽ ഇയാൾ പൂന മുതൽ ഞങ്ങൾ ചെക്ക് ചെയ്തു. അപ്പം പൂനെയിൽ ഇയാൾ വന്ന ശേഷം അവിടെ മല്ലിക ജോഷി എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അവരുടെ അസിസ്റ്റൻ്റ്. ഇയാൾ പട്ടാളത്തിൽ നിന്ന് മെഡിക്കൽ കോറിലായതുകൊണ്ട് അവരുടെ അസിസ്റ്റൻ്റായിട്ട് അവിടെ വന്ന് ചേർന്ന് ജോലി ചെയ്ത് അവർ പിന്നെ മരിച്ചുപോയി. ഞങ്ങൾ അവരെ കാണാൻ ശ്രമിച്ചപ്പോൾ അവർ മരിച്ചു പോയിരിക്കുന്നു. ആ ജോഷി എന്നുള്ള പേര് ഇയാൾ പൂന എന്ന് ശേഖരിച്ച് വെച്ചിട്ടാണ് ഇയാൾ ട്രെയിനിലാണ് യാത്ര. കാരണം ഒരു വരുമാനമില്ല, 5 പൈസയില്ല. പോലീസ് പിന്നെ കാഷായ വസ്ത്രം ധരിച്ച് താടി മുടിയൊക്കെ നീട്ടി സാമി പോലെ. ഇയാളൊരു സാമിയല്ല. ഇയാൾക്ക് കുറച്ച് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, അറബി അറിയാമായിരിക്കാം. 10-14 ഭാഷ എന്നൊക്കെ ചുമ്മാ എക്സാജറേഷനാണ്.
അതിനുശേഷം ഇയാളെ 12ഓളം ഹോസ്പിറ്റലിലെ ജോഷി എന്ന പേരിൽ ICU കിടന്നിട്ടുണ്ട്. ആ ഡോക്ടർമാരെ ഞങ്ങൾ ഈ ഫോട്ടോ കൊണ്ട് കാണിച്ചു, അതിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ ഒരു DYSP എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് അദ്ദേഹമാണ് ഈ മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിൽ പോയി 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈ ജോഷിയുടെ ട്രാക്ക് ഞങ്ങൾ നോക്കി, ലാസ്റ്റ് രക്തമ്മ കണ്ട അവിടെ കൊണ്ട് ശേഷം അന്നത്തെ ആ ഡോക്ടർ പറഞ്ഞ് 24 മണിക്കൂർ കൂടുതൽ അയാൾ ഇനി അവിടെ കിടക്കില്ല, അയാൾ ജീവിച്ചിരിക്കില്ല. അവിടെ ആ സ്ഥലത്ത് ഇവിടുന്ന് ഒരു SIയും ഒരു ASIയും ഈ DYSP അവിടെ പോയി. അന്നത്തെ ഡോക്ടർമാരെല്ലാം കണ്ട് ഫോട്ടോ കണ്ട് ഇത് തന്നെ ആൾ തിരിച്ചറിഞ്ഞു. അവർ ഇയാൾ ലാസ്റ്റ് മിനിറ്റിൽ ഇയാൾ കാണുന്ന സമയത്ത് ICUന്ന് ഇയാൾ മലയാളിയാണെന്ന് സംശയം, അല്ലെങ്കിൽ ഏതെങ്കിലും നേഴ്സുമാരെല്ലായിടത്തും ഇന്ത്യയിൽ മലയാളികളുണ്ടല്ലോ, സംശയം തോന്നിയാൽ ICUന്ന് അന്നേരം ഇറങ്ങും. സിവിയർ അറ്റാക്കാണ്. 3-4 പ്രാവശ്യം ഇയാളുടെ ഹാർട്ട് ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇയാൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഓരോ സ്റ്റേറ്റിലെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ട്രെയിൻ ചെയ്യുന്ന സ്ഥലത്ത് മാത്രം ഇയാൾ ഇറങ്ങും. അവിടുത്തെ ഹോസ്പിറ്റലിൽ കയറും. അയാൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഇയാളുടെ മെഡിക്കൽ ഹിസ്റ്ററി ഷീറ്റ് അവിടുന്ന് ഇയാൾ മോഷ്ടിച്ചുകൊണ്ട് അവിടുന്ന് സ്ഥലം വിടും. കാരണം വേറൊരിടത്ത് തന്നെ ഇയാൾക്ക് എന്നെ അസുഖമാണെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഹിസ്റ്ററി ഷീറ്റ് കാണിക്കും. അവരെല്ലാവരും ഇയാളെ ഹാർട്ട് ഓപ്പറേഷന് സജസ്റ്റ് ചെയ്തിട്ട് ഇയാൾ ചെയ്യില്ല, ഇയാളെ പിടിക്കപ്പെടുമെന്ന് ഇയാൾക്കറിയാം. അതിനുശേഷം അവസാനം കണ്ട ഡോക്ടർ ഇയാളെ തിരിച്ചറിഞ്ഞു. ആ 24 മണിക്കൂർ ഇനി സർവൈവ് ചെയ്യില്ല. അത് 12ാമത്തെ ഹോസ്പിറ്റൽ കണ്ടാണ് ഞങ്ങൾ ചെയ്യിക്കുന്നത്. അത് ബീഹാറിനും ബംഗാളിനും ഇടയ്ക്കുള്ള റൂപ് നാരായൺപൂർ എന്ന ഹോസ്പിറ്റലാണ് ലാസ്റ്റ്. അതിനുശേഷം 24 ഹവേഴ്സുകളിൽ ഇയാച്ചിരിക്കുക റോഡിൽ കിടന്നത്. അത് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം വെച്ചൊന്നും നമ്മളിത് ആലോചിക്കരുത്. കാരണം അന്ന് ബീഹാർ ഒറീസ ഇവിടെയൊക്കെ പോയാൽ ഒരു പോലീസ് സ്റ്റേഷൻ നിന്ന് അടുത്ത പോലീസ് സ്റ്റേഷൻ 100 മൈൽ അന്നത്തെ കാലത്ത് അകലെ വളരെ വിജനമായ സ്ഥലങ്ങളൊക്കെയാണ്. അവിടെ ഇവിടെ ചില കുഗ്രാമങ്ങളൊക്കെ ഉള്ളൂ. അവിടെ ചെറിയ ചെറിയ പട്ടണങ്ങളിൽ മിക്കവാറും റോഡിൽ കടത്തിണ്ണെ കിടന്ന് 5, 6, 8 പേര് മരിക്കുന്നു. കേരളത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നത് കടത്തിണ്ണെ കിടന്ന് മരിക്കുന്നത്. അത് മുഴുവൻ കാളവണ്ടിയിൽ എടുത്തിട്ട്, അത് ചിലപ്പോൾ കുതിരവണ്ടിയിൽ എടുത്തിട്ട് ആ ഡെഡ് ബോഡി കൊണ്ടേ അവരൊക്കെ ദഹിപ്പിക്കുക. അതൊന്നും ആരും സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്നുമില്ല. പല സ്ഥലത്തും രാജസ്ഥാനിലും മധ്യപ്രദേശത്തും പല സ്ഥലങ്ങളിൽ ഇന്നും പോയാൽ അങ്ങനെയൊക്കെ അവസ്ഥ. കുഗ്രാമത്തിൽ പോയ അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇയാളെ ലാസ്റ്റ് കഴിഞ്ഞാൽ അയാളെ അതുപോലെ കൊണ്ട് അടക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ സ്ഥലത്ത് നമ്മുടെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോയി കൃത്യമായിട്ട് ആ ഡോക്ടറെ കണ്ട് അയാളെ അടിച്ച് പോയി 12ഓളം ഹോസ്പിറ്റലിൽ പോയി എല്ലാ ഡോക്ടർമാരെ ഇയാളെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇയാൾക്ക് ഹാർട്ട് ഓപ്പറേഷന് സജസ്റ്റ് ചെയ്തിട്ട് ഇയാളെ ICU കിടത്തിയതാണ്. പറഞ്ഞാൽ ഈ ജില്ലാ ആശുപത്രികളിൽ പോയാൽ അവിടെ മിക്കവാറും ഹാർട്ടിൻ്റെ എക്സ്പെർട്ട് ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ടാണ് ഇയാൾ ജില്ലാ ഹോസ്പിറ്റലിലെ ഈ ട്രെയിനിൽ കയറി അവിടെ ഇറങ്ങുള്ളൂ. അവിടെ പോയാൽ പാലും മുട്ടയും ഫ്രീ ആയിട്ട് കിട്ടും ഇയാൾക്ക്. ഇത് 5 പൈസ ഇല്ല, ആരോട് ഇൻട്രാക്ട് ചെയ്യില്ല ഇയാൾ. അങ്ങനെയാണ് നമ്മൾ പലരും ഹോസ്പിറ്റലിൽ ചെന്ന് വരും. ഈ കുട്ടി ഈ രക്തമ്മയുടെ സംശയം തോന്നിയിട്ടാണ്. രക്തമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പോൾ രക്തമ്മ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാർ 100,000 കഥകൾ പൊക്കി വിടുന്നു. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ അന്വേഷിച്ചാൽ ഈസ് നോ മോർ. ഒരു കാര്യം പറയാം, പലർക്കും അറിയാത്തൊരു കാര്യം, അതിപ്പം വെളിയിലോട്ട് വരുന്നുണ്ട്. 12 വർഷമാണ് ഇവരുടെ വീടിനടുത്ത് രഹസ്യമായിട്ട് ഞാനും SP DYSP ഉൾപ്പെടെയുള്ളവർ അന്ന് 2 പോലീസുകാരെ 12 വർഷത്തോളം 8 വർഷമല്ല 12 വർഷം കിടന്നിട്ടുണ്ട് അവിടെ. അവരെ വാച്ച് ചെയ്യാൻ ആ വീട്ടിൽ സുമാരക്കുറിപ്പ് വരുന്നുണ്ടോ അങ്ങനെയും കൂടെ പരിശീലിച്ചാണ്. അതുകൊണ്ട് ഇപ്പം പറയുന്ന കഥയ്ക്കൊന്നും ഒരു സപ്പോർട്ടും പോലും നമ്മൾ കൊടുക്കില്ല. കാരണം അവിടെ വെട്ടിച്ചവരെ പോലീസുകാരെ ഇടയ്ക്ക് മാറ്റി. എന്നാൽ ആ പോലീസുകാരെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. 2 പേര് കഷ്ടപ്പെട്ടു. അവിടെ മിക്കവാറും അവർ തന്നെയാണ് വാച്ച് ചെയ്യുന്നത്. വേറെ 2 പേരെ ഇടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആർക്കും അറിയാത്തൊരു രഹസ്യമാണ്. അന്ന് DGPയും ആഭ്യന്തരമന്ത്രിയും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളെടുത്തൊരു തീരുമാനത്തിൽ വാച്ച് ചെയ്യാൻ ആളിട്ടു. കാരണം രാഷ്ട്രീയപരമായിട്ട് കുറിപ്പിന് കുറേ സ്വാധീനമുണ്ട്. അപ്പോൾ സുകുമാരക്കുറിപ്പല്ല, ഗോപാലകൃഷ്ണക്കുറിപ്പ് എന്നാണ് അയാളുടെ പേര്. ഇയാളുടെ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടിന് 1946 എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 വർഷം കുറച്ചാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഇപ്പോൾ ഉണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 84 വയസ്സ് വരും. മറ്റുള്ളവരൊന്നും പിന്നെ മറ്റുള്ള കഥകളൊക്കെ ഇപ്പോഴും പോകും. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. 300 വർഷം കഴിഞ്ഞാലും അന്നും മലയാളികൾ സുകുമാരക്കുറിപ്പിനെ തപ്പി നടക്കും എന്നാണ് ഞാൻ പല സ്ഥലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം സുകുമാരക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ പെഹേളിയെ നമുക്ക് വിസ്മരിക്കാൻ കഴിയത്തില്ല. അതങ്ങനെ മലയാളിയുടെ മനസ്സിൽ നിൽക്കും.